ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്ര നിലവറയിലെ ആഭരണങ്ങളുടെ ഡിജിറ്റലൈസേഷന് സർക്കാർ നൽകിയ ഫണ്ടിന്റെ വിവരം പുറത്തുവിടാനാകില്ല എന്ന് ഭരണസമിതി. വിവരാവകാശ നിയമത്തിന്റെ പരിധിയിൽ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം ഉൾപ്പെടില്ല എന്ന കാരണം ചൂണ്ടിക്കാട്ടിയാണ് അപേക്ഷ തള്ളിയത്. പത്മനാഭസ്വാമി ക്ഷേത്ര ബി നിലവറയിലെ വിലപിടിപ്പുള്ള ആഭരണങ്ങൾ ഡിജിറ്റലൈസ് ചെയ്യാൻ ചെലവഴിച്ച തുകയുടെ വിശദാംശങ്ങൾ ആരാഞ്ഞ് കൊച്ചി സ്വദേശിയായ വിവരാവകാശ പ്രവർത്തകൻ കെ ഗോവിന്ദൻ നമ്പൂതിരി നൽകിയ അപേക്ഷയാണ് ക്ഷേത്ര ഭരണസമിതി തള്ളിയത്. ദേവസ്വം ബോർഡ് റവന്യൂ വിഭാഗത്തിനായിരുന്നു അപേക്ഷ നൽകിയത്. ദേവസ്വം ബോർഡ് അധികൃതർ പത്മനാഭസ്വാമി ക്ഷേത്ര ഭരണസമിതിക്ക് അപേക്ഷ കൈമാറി. ക്ഷേത്രം വിവരാവകാശ നിയമത്തിന്റെ പരിധിയിൽ വരുന്നില്ലെന്ന് ക്ഷേത്ര ഭരണസമിതി വിവരാവകാശ പ്രവർത്തകന് മറുപടി നൽകുകയായിരുന്നു. 2016 മുതൽ 2026 ജനുവരി 20 വരെ പത്മനാഭസ്വാമി ക്ഷേത്ര നിലവറകളിലെ വിലപിടിപ്പുള്ള ആഭരണങ്ങൾ ഡിജിറ്റലൈസ് ചെയ്യുന്നതിന് ആകെ ചിലവഴിച്ച തുക ഉൾപ്പെടെ വ്യക്തമാക്കണമെന്നായിരുന്നു അപേക്ഷ. അതേസമയം ക്ഷേത്രങ്ങൾക്ക് സുതാര്യത വേണമെന്ന് ദേവസ്വം മന്ത്രി കെ മുരളീധരൻ പറഞ്ഞു. എല്ലാം സുതാര്യമായിരിക്കണം, സർക്കാരിന്റെ ഫണ്ട് ഉൾപ്പെടെ സുതാര്യമായിരിക്കും. 2011 നിലവറകളിൽ വൻ നിധിശേഖരം കണ്ടെത്തിയതിനെ തുടർന്ന് സുപ്രീം കോടതി നിർദ്ദേശപ്രകാരമാണ് ക്ഷേത്രത്തിലെ ആഭരണങ്ങളുടെയും സ്വത്തുക്കളുടെയും ഡിജിറ്റലൈസേഷൻ ആരംഭിച്ചത്. സുപ്രീം കോടതി നിയോഗിച്ച അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റിയാണ് നിലവിൽ ക്ഷേത്രഭരണം നടത്തുന്നത്. എസ് വിനേഷ് കുമാർ, 24, തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.